ഹായ് ഓൾ, ഇന്ന് ഞാൻ 18-ാം തീയതി ജൂലൈ 18-ന് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ നമ്മുടെ ചെറിയ ഷോർട്സ് പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, സമയം കളയുന്നില്ല, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആട്ടോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ദെൻ നെക്സ്റ്റ്, ലോഹങ്ങളുടെ രാജാവ്. ആൻസർ ഓപ്ഷൻ എ, സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ, ബാംഗ്ലൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, GV രാജ അവാർഡ്. 16-ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി, 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷമുള്ള സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒഡീഷ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ആൻസർ ഓപ്ഷൻ സി, പീർ പഞ്ചൽ പാത. ഇന്ത്യയിലെ വാതോർജായ നിലയം? ആൻസർ ഓപ്ഷൻ എ, ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? ആൻസർ ഓപ്ഷൻ ഡി, രാക്കാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത? ആൻസർ ഓപ്ഷൻ എ, ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ആൻസർ ഓപ്ഷൻ ബി, ദിഗ്ബോയ്. ദലം നദീവക്രങ്ങൾ രൂപപ്പെടുത്തിയ കാരണമായ ഭവിഷ്യ തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ദാള്. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറാനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ധാർവാഡ് ശിലകൾ. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INN സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ക്യാപ്റ്റൻ ലക്ഷ്മി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, റാഫി അഹമ്മദ് ഖുദൈ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാതിരുന്നതിന് കാരണമെന്ത്? ആൻസർ ഓപ്ഷൻ ഡി. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണ വിമർശകനായിരുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ഡി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ ഭരണപ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന തിരഞ്ഞെടുത്തത് എഴുതുക? ആൻസർ ഓപ്ഷൻ ഡി. ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി, ആൻസർ ഓപ്ഷൻ ബി, മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി, ആലുവ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ
ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? ആൻസർ ഓപ്ഷൻ സി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. ആൻസർ ഓപ്ഷൻ ബി, തേന്മല. തട്ടേക്കാട് പശുസങ്കേതം ഇതിൽ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. 43 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി, വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആര്? ആൻസർ ഓപ്ഷൻ ഡി, ജെ.സി. ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ആൻസർ ഓപ്ഷൻ എ, കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം. പാലക്കാട്. ആൻസർ ഓപ്ഷൻ സി. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ബി, സർവീസസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ആൻസർ ഓപ്ഷൻ സി, പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. ആഴമേറും നിൻ മഹാസിൽ മഴയിൽ ഞങ്ങളവെ ആഴണം വാഴണം നിത്യം വാഴണം സുഖം ഇന്ന് ഇത് ഏതിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ ബി. താഴെ തന്നിവയിൽ ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 55 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആൻസർ ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 56 കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കാപ്പിത്താനായി മാറിയത് ആര്? ആൻസർ ഓപ്ഷൻ എ, ഡിലനോയ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമണം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. കണ്ടൽക്കാടുകളുടെ 61 ക്വസ്റ്റ്യൻ നമ്പർ 61 കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി, കല്ലേൽ പോക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റുകുറച്ചിലാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ഓപ്ഷൻ സി, ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓർഗനോയിസ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളും സസ്യങ്ങളും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബയോ റെമിഡേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരന ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി, പയർ. നെക്സ്റ്റ്, വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ലൈക്കനുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 69 അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വിറ്റാമിൻ ഡി. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി HP സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് വാൾട്ടാണ്. എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി, 746 വാട്ട്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റേഡിയം. ഉത്കൃഷ്ണവാതകങ്ങൾ അല്ലാത്ത മൂലകം
ആൻസർ ഓപ്ഷൻ സി സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 2000 ഹെർട്സ്. ദെൻ 12 കാർബൺ 13 കാർബൺ 14 കാർബൺ എന്നീ കാർബണുകളുടെ പ്രകൃതിദത്തമായ ഐസോട്രോണുകളാണ്. ഇതിൽ സ്ഥിതിയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബണുകളുടെ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 12C കാർബൺ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ്? ആൻസർ ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില? ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ആൻസർ ഓപ്ഷൻ ബി സെല്ലുലോസ്. ഹരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്? ആൻസർ ഓപ്ഷൻ എ ഉൽപ്പന്നം. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 51. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 82. 2 1/2 + 3 1/4 - 4 1/5. ആൻസർ ഓപ്ഷൻ എ 83. ക്വസ്റ്റ്യൻ നമ്പർ 83. 2 √2 + 3 √2 - √8. ആൻസർ ഓപ്ഷൻ ബി. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സും 13. ടീച്ചറുടെ വയസ്സ് കൂടെ ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി. അടുത്ത പദം ഏത്? 3, 7, 15, 31. നെക്സ്റ്റ് ആൻസർ ഓപ്ഷൻ സി 63. 16 + 8 ÷ 2 × 6 - 20. ആൻസർ ഓപ്ഷൻ ബി 20. ക്ലോക്കിലെ സമയം 3 മണി 20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? ആൻസർ ഓപ്ഷൻ സി 20 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 89. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് 20%. 1, 2, 1, 1, 2, 3, 5, 8 എന്നീ ശ്രേണിയുടെ അടുത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി 13. ദെൻ 92. ക്വസ്റ്റ്യൻ നമ്പർ 92. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 21 ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 3, 6, 11, 18 എന്നീ ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ 4 കിലോമീറ്റർ തെക്ക്. ആൻസർ ഓപ്ഷൻ എ ആട്ടോ 4 കിലോമീറ്റർ തെക്ക്. ദെൻ 95ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 4. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൽ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തേക്കാൾ 3 മടങ്ങാവും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 43. ഒരു ക്ലോക്കിൻ്റെ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 120 ഡിഗ്രി. 98ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ 15. 99ൻ്റെ ആൻസർ ഓപ്ഷൻ എ 2. 100ൻ്റെ ആൻസർ ഓപ്ഷൻ സി 3. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എല്ലാം റീസെൻ്റ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.